ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എനിക്കറിയാം കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 21 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് ആയിരുന്നു അല്ലേ? അത് ഷോർട്സ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ മെസ്സേജസും ഒക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ടായിരുന്നു. ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞ പോലെ എൻ്റെ നടുവിന് ഡിസ്കിന് ബൾജിങ് ഉണ്ടായിട്ട് അതിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അതുകൊണ്ടാണ് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് കേട്ടോ. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആര്യ എന്നാണ്. ഒരു 98 കിലോ ഉള്ള സമയത്താണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 80 കിലോ ആണ് കേട്ടോ. ഒരു 6-7 മാസം കൊണ്ടാണ് ഈ ഒരു വെയിറ്റ് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റിയത്. എൻ്റെ ചാനലിൽ ഞാൻ 2 വെയിറ്റ് ലോസ് ചലഞ്ചസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 30 ഡേയ്സും ഒരു 21 ഡേയ്സും. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് എന്നെപ്പോലെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണേണ്ടവർക്ക് ആ ഷോർട്സ് ഒക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു അവർ ചാനൽ ലൈഫ് ലിഫ്റ്റ് വിത്ത് ആര്യ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, കഴിഞ്ഞ എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നടുവേദനയുണ്ട് അല്ലെങ്കിൽ മുട്ടുവേദനയുണ്ട്, ഡിസ്ക് ബൾജ് ഉണ്ട് എന്നൊക്കെ. എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ വെയിറ്റ് ലോസിലും കൂടി ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, എത്രത്തോളം ഫ്രസ്ട്രേറ്റിംഗ് ആണ് ആ ഒരു കാര്യം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ കുഴപ്പമില്ല. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും വേദന ഡിസ്ക് ബൾജായി ഇരിക്കുന്നത് കൊണ്ട്, നെർവിന് കംപ്രഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ അടുത്ത് ഒരു ഡീകംപ്രഷൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി ക്യൂറായി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു വേദനയിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഡിസ്കിൻ്റെ പ്രശ്നം ആയിക്കോട്ടെ അല്ലെങ്കിൽ മുട്ടുവേദന ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കുറച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ. പക്ഷെ അന്നേരവും നമുക്കറിയാത്തൊരു കാര്യം, 80% ഡയറ്റും 20% എക്സസൈസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 20% എക്സസൈസ് നമ്മൾ എങ്ങനെ ചെയ്യും? അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണം, പക്ഷേ ഡിസ്കിനും മുട്ടിനും പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 20% എക്സസൈസ് നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺസേണിങ് ആയിട്ടുള്ളൊരു കാര്യം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇഫ് ദർ ഇസ് എ വിൽ ദെൻ ദർ ഇസ് എ വേ. നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എക്സസൈസ് അല്ലാതെ ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ഭേദമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്തിരുന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ്, ഞാൻ അത്യാവശ്യം സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസസും കാർഡിയോ എക്സസൈസസും മാറി മാറി ചെയ്തിട്ട് ഒപ്പം ഡയറ്റും ഫോളോ ചെയ്തിട്ടാണ് ഒരു 18 കിലോയോളം കുറച്ചെടുത്തോണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഹെവി വെയ്റ്റ്സ് ലിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എൻ്റെ ഡിസ്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബൾജായിട്ട് നെർവിന് കംപ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലോ ആയിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസസ്, അതുപോലെ ലോ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്സ്, സ്വിമ്മിങ് പോലെയുള്ള എയ്റോബിക് ആക്ടിവിറ്റീസ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ ഡിസ്ക് ആയാലും മുട്ടായാലും എല്ലാം നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഭാവിയിലേക്ക് ഇത് പ്രശ്നമാവാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വെയിറ്റ് കുറച്ചെടുത്തേ പറ്റുള്ളൂ. വെയിറ്റ് കുറയ്ക്കാതെ നമ്മൾ എത്രമാത്രം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും ഇതിന് വലിയ കാര്യമായിട്ടുള്ള മാറ്റം ഒന്നും ഉണ്ടാവില്ല. ഇത് സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു വേദനയെ കുറച്ചെടുക്കാനും പറ്റില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെയിറ്റ് കുറച്ചെടുത്തേ പറ്റുള്ളൂ. ഈ വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80% ഡയറ്റ് 20% വർക്കൗട്ട്, ഇത് കേട്ട് നമ്മൾ ബോറടിച്ചൊരു കാര്യമാണ് അല്ലേ. പക്ഷേ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഭൂരിഭാഗം ശതമാനവും നമ്മുടെ ഡയറ്റാണ്. എക്സസൈസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ വലിയൊരു താല്പര്യമില്ല, അതവിടെ നിൽക്കട്ടെ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഞാൻ ഓൾറെഡി എക്സസൈസിൻ്റെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണുന്നുണ്ടോ? എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ എക്സസൈസ് ചെയ്യാനുള്ള മടി മാറ്റുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കൗട്ട്സ് ഏതാണ് എന്നൊക്കെ ഉള്ളത് ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ദയവായിട്ട് നിങ്ങൾ ചെയ്യുക, കാണുക. ഇനി എക്സസൈസ് മാറ്റി നിർത്തിക്കഴിഞ്ഞ് നമ്മുടെ ഡയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരുപാട് ആൾക്കാർക്ക് ഡയറ്റ് എന്ന് പറയുന്നത് എന്തോ ബാലികേറ മലയായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ചെകുത്താനെ കാണുന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ. അയ്യോ ഡയറ്റ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. ടു ബി ഫ്രാങ്ക്, ഒരു 98 കിലോയിൽ നിന്ന് ഇപ്പം ഞാൻ എത്തി നിൽക്കുന്ന ഈ 80 കിലോ ഉണ്ടല്ലോ, ഈ 18 കിലോ കുറച്ചെടുത്ത എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ ഒരിക്കൽ പോലും വളരെ കഷ്ടപ്പെട്ട് ഡയറ്റിനെ സമീപിച്ച ഒരാളൊന്നും അല്ല കേട്ടോ. അത്രയധികം എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഇഷ്ടത്തോടെയാണ് ഞാൻ ഓരോ തവണയും ഡയറ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് എൻ്റെ വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിലാണ്. എനിക്ക് ഇതൊരു വലിയ എന്തോ സംഭവമായിട്ടൊന്നും തോന്നുന്നൊന്നുമില്ല. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങളോട് പറയുന്നതാണ്. പക്ഷേ ചില ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ചിന്താഗതി എന്ന്
പറയുന്നത് ഇത് എന്തോ വലിയൊരു കാര്യമാണ്. ഡയറ്റ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ദൈവമേ ഡയറ്റോ എന്നെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെയാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതിനെ നിങ്ങൾ അങ്ങനെ വീക്ഷിക്കട്ടെ. ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പോകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, അതിനെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അതാണ് നമ്മുടെ മോട്ടീവ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ തംബ്നെയിലിൽ ഞാൻ എപ്പോഴും വെയിറ്റ് ലോസ്, ഫാറ്റ് ലോസ് ഇങ്ങനെയൊക്കെ ഇട്ടാലും അൾട്ടിമേറ്റ്ലി എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിനെ ഹെൽത്തി ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ അത് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആവുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് വെയിറ്റ് ലോസ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആകുമ്പോൾ വെയിറ്റ് ലോസ് ഉണ്ടാവുന്ന പോലെ തന്നെ നമുക്ക് എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടാവണമെന്നറിയോ. നമ്മുടെ മൈൻഡ് ഭയങ്കര പോസിറ്റീവ് ആവടാ. ഒരു 98 കിലോ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞാണ്, ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ വെയിറ്റ് കൂടിയ ആൾക്കാർക്കൊക്കെ ഇങ്ങനെയാണോ? അല്ല, ഓവർ സൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെയിറ്റ് ഒരുപാടുള്ള എത്രയോ ആൾക്കാർ ഈ ലോകത്ത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അത്രയും എനർജറ്റിക് ആയിട്ട്, അത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മൂഡ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ നമുക്ക് മാത്രം എന്താണ് ഈ ഒബീസ് ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഡിപ്രഷൻ അല്ലെങ്കിൽ സങ്കടം, എപ്പോൾ നോക്കിയാലും ഒരു നിരാശ, ലോ എനർജി. അപ്പം സംഭവം എന്താണെന്നറിയോ, വെയിറ്റ് കുറച്ചതുകൊണ്ട് മാത്രം നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവണം എന്നില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടി ഓക്കെ ആയിരിക്കണം. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മാറ്റം കണ്ടു തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു 90 കിലോ ഉള്ള വ്യക്തി, ആ അയാളുടെ ഒരു ഡിസൈഡ് വെയിറ്റ് എന്ന് പറയുന്നത് 60 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 30 കിലോ ഇയാൾക്ക് കുറച്ചെടുക്കണം. ഈ 30 കിലോ കുറയ്ക്കുന്ന അത്രയും കാലം ഇയാൾ സന്തോഷിക്കാതെ ഇരിക്കണോ? ഏത് സമയം ഇയാൾ സങ്കടപ്പെട്ടിരിക്കണോ? അതിൻ്റെ ആവശ്യമില്ല അല്ലേ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ, നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കണം. അതല്ലാതെ ഈ 30 കിലോ കുറയ്ക്കുന്ന ഒരു വർഷത്തെ കാലം അത്രയും ഇയാൾ ടെൻഷൻ അടിച്ച് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നത് എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്, 90 കിലോ ഉള്ളൊരു വ്യക്തി ഡേ 1 തൊട്ട് അവൻ തീരുമാനിക്കുകയാണ് എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് തീരുമാനിച്ച് കഴിയുമ്പോൾ അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറി തുടങ്ങുന്ന ആ സമയം തൊട്ട് ഹീ ഷുഡ് ബി ഹാപ്പി. അയാൾ സന്തോഷിച്ചു തുടങ്ങണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ഒരിക്കലും എൻജോയ് ചെയ്ത് ഈ ഒരു വെയിറ്റ് ലോസ് പോലും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒത്തിരി ആൾക്കാർ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി നമ്മൾ കിച്ചണിലേക്ക് എന്താണ് വാങ്ങേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തു വെക്കേണ്ടത്. ഒക്കെ ശരിയാണ്, ഇതൊക്കെ വേണം. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മെൻ്റലി പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് കേട്ടോ. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നാളെ തൊട്ട് ഞാൻ അയ്യോ ഡയറ്റാണല്ലോ ചെയ്യാൻ പോണേ, വർക്കൗട്ട് ചെയ്യണമല്ലോ, ഇങ്ങനത്തെ ഒരു മൈൻഡ് മാറ്റിയിട്ട് നാളെ തൊട്ട് എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ എടുത്ത ഏറ്റവും നല്ലൊരു ഡിസിഷനിലേക്ക് ഞാൻ കാല് വെച്ച് തുടങ്ങുകയാണ്. മറ്റൊന്നുമല്ല, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലൊരു ട്രെൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, 6 മണിക്ക് ശേഷമാണ് മിക്ക റെസ്റ്റോറൻറ്റ്സും ഓപ്പൺ ആവുന്നത് അല്ലേ. എത്രയോ ആൾക്കാർ ലേറ്റ് നൈറ്റിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു. ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് എനിക്ക് അത്രയും ഓവർ വെയിറ്റ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പം ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അന്ന് ചെയ്ത് കൂട്ടിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ ഒരു 7 മണിക്ക് ശേഷം എൻ്റെ ഡിന്നർ കഴിക്കാറില്ല. ഏറ്റവും മാക്സിമം 7 മണി, 6 മണിക്കും 7 മണിക്കും ഇടയിൽ എൻ്റെ അത്താഴം കഴിയും. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ലടാ. നിങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട്സോ അല്ലെങ്കിൽ റിസർച്ചസോ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് 25-നും 45-നും ഇടയിലുള്ള യുവാക്കളാണ് കേട്ടോ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, അവർ പറയുന്ന ഒരു റീസൺ ഒന്ന് സ്ട്രെസ്സാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ ഈ ഓവർ നൈറ്റിൽ ഷവർമയായിട്ടും അൽഫാമായിട്ടും ബിരിയാണി ആയിട്ടും ഒക്കെ ഹെവി ഫുഡാണ് കഴിക്കുന്നത്. അത് 12 മണിക്കും 1 മണിക്കൊക്കെ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ആ ഒരു കാര്യം അല്ലേ. ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ 6 മണിക്ക് ശേഷമുള്ള നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇതൊക്കെ മാറ്റേണ്ട കാലം ആക്ച്വലി കഴിഞ്ഞു. പക്ഷെ നമുക്ക് പോയിട്ട് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യണം എന്നൊക്കെ പറയാൻ പറ്റത്തില്ല അല്ലേ. നമുക്ക് സമൂഹത്തെ മാറ്റാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമുക്ക് നമ്മളെ മാറ്റാം, നമ്മുടെ ഹാബിറ്റ്സ് മാറ്റാം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാം. അപ്പം അതൊക്കെ അവിടെ നിന്നോട്ടെ. ഇടയ്ക്കും തലയ്ക്കും ഒക്കെ നമുക്ക് പോയി അതൊക്കെ കഴിക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഡെയിലി ഈ ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യുന്നത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഒരുപാട് വൈകിട്ടുണ്ടാവും കേട്ടോ. അപ്പം ആദ്യം നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത് ഒരു ലൈഫ് സ്റ്റൈൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ വരുന്ന ഒരു കാര്യമാണ് ഡിന്നർ ഏർലി ആക്കുക എന്നുള്ളത്. ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞാണ്, എന്നാലും വീണ്ടും വീണ്ടും പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ ഡിന്നർ ഏർലി ആക്കുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷുഗറാണ്. ഷുഗർ കട്ട് ചെയ്യുക. എത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കട്ട് ചെയ്യുക. ഒരുപാട് പേര് ഫണ്ണി ആയിട്ട് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിച്ചോട്ടെ എന്നുള്ളത്. വാട്ട് മാൻ, ശർക്കരയും പഞ്ചസാര അല്ലേ?
ശരിയാണ്, പഞ്ചസാര വെച്ച് നോക്കുമ്പോൾ ശർക്കര കുറച്ച് ബെറ്റർ ഓപ്ഷനാണ്. പക്ഷെ എന്തിനാണത്? നമുക്ക് എന്ത് സുഖമാണ് അതിൽ നിന്ന് കിട്ടുന്നത്? ശരിയാണ്, നാവിന് കുറച്ച് നേരത്തേക്ക് ഒരു സുഖം കിട്ടും. ആ നാവിന് കൊടുക്കേണ്ട സുഖം അങ്ങോട്ട് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഹെൽത്തിന് ഒക്കെ നടക്കാൻ പോകുന്നത്. ഞാൻ റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഈ പഞ്ചസാര ഫാക്ടറിയിൽ നിന്ന് വരുന്ന ഇതുണ്ടല്ലോ, മണം ഭയങ്കര ദുർഗന്ധമാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ ദുർഗന്ധം അടിച്ചിട്ടാണ് അത്രേ ആ വീഡിയോ ചെയ്ത ആള് ഈ ഷുഗർ കട്ട് ചെയ്തത്. അതിനു മുമ്പ് അയാളോട് സകല ആൾക്കാരും, ലോകത്തുള്ള സകല ആൾക്കാരും പറഞ്ഞിട്ട് അയാൾ കേട്ടില്ല. പക്ഷെ നമുക്ക് സ്വയം തോന്നണം. അതായത് ആ ദുർഗന്ധം അടിച്ചിട്ടാണ് മൂപ്പര് നിർത്തിയത്. പക്ഷെ എൻ്റെ കേസിൽ എനിക്ക് സ്വയം തോന്നിയതാണ് കേട്ടോ. ഇപ്പം എൻ്റെ മുമ്പിൽ നിങ്ങളൊരു വലിയ എന്താ പറയുക, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ ഒരു പീസ് എടുക്കും. പക്ഷെ അതിൽ കൂടുതൽ ഞാൻ കഴിക്കില്ല. ബിക്കോസ് എനിക്കറിയാം അത് ഞാൻ കഴിക്കുന്ന അത്രയും എനിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത്. അല്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ ഇട്ട എഫേർട്ട് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ ഇല്ലാണ്ടായി പോകും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഓൾ ഓഫ് എ സഡൻ നമുക്കിപ്പം ഷുഗർ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വരിക, അതൊന്നും നമുക്ക് ചിലപ്പോൾ നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് പ്രാക്ടീസ് വേണം. അപ്പം പയ്യെ കേട്ടിട്ടില്ലേ, പയ്യെ തിന്ന പനയും തിന്ന. അപ്പോൾ പയ്യെ നമുക്ക് മെതുവ എല്ലാം റെഡിയാക്കി കൊണ്ടുവരാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഉണ്ടല്ലോടാ, നമ്മൾ ഈ ഷുഗർ കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതിരിക്കുന്നത്, ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടുണ്ടാവും. അതിനാണ് ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള നമ്മുടെ ചലഞ്ചസ് ഉണ്ടല്ലോ, 21 ഡേയ്സ് ചലഞ്ച്, 30 ഡേയ്സ് ചലഞ്ച്, ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്നത് അതാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്ക് ടു നോർമലിലേക്ക്, അതായത് നമ്മുടെ ബാക്ക് ടു നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലേക്ക് വരുമ്പം ഇതൊക്കെ പോവില്ലേ, ഇതൊക്കെ വെറുതെ ആവില്ലേ എന്നുള്ളത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ചലഞ്ച് എന്തിനാണ് വെക്കുന്നത്? ചലഞ്ച് വെക്കുന്നത് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഒന്ന് പുഷ് ചെയ്യണം, ഒന്ന് ഫോഴ്സ് ചെയ്യണം. ഓക്കെ, വളരെയധികം അൺഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് പെട്ടെന്ന് നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രലോഭനങ്ങൾ നമുക്ക് വരും. അപ്പോൾ ആ പ്രലോഭനം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ചലഞ്ച് എന്ന് പറയുന്നത്. ഈ ചലഞ്ച് ചെയ്ത് കഴിയുമ്പം ഓഫ് കോഴ്സ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്കൊരു റിസൾട്ട് കിട്ടിയിരിക്കും. ഒരു 30 ഡേയ്സ് അല്ലെങ്കിൽ 21 ഡേയ്സ് കറക്റ്റായിട്ടുള്ള ഒരു ചലഞ്ച് നമ്മൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ, ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്ത് ഷുഗർ കട്ടൊക്കെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവാം, നമുക്ക് മാനസികമായിട്ട് കുറച്ച് എനർജി ഫീൽ ചെയ്യാം. ഇങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങുന്ന ആ സെക്കൻഡിലുണ്ടല്ലോ, നിങ്ങൾ ഒരിക്കലും മാറി ചിന്തിക്കില്ല, ഓക്കെ ഇനി എനിക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളൊരു മൈൻഡേ 99.99% ആൾക്കാർക്കും വരുള്ളൂ. എൻ്റെ കേസിലും എനിക്കതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതിനെ ചലഞ്ച് എന്ന് പറയുന്നത്. ഈ 30 ദിവസം കഴിഞ്ഞ് 31ാമത്തെ ദിവസം ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ബിരിയാണി കഴിക്കാനോ അല്ലെങ്കിൽ ഒരു കേക്ക് കഴിക്കാനോ ഒക്കെ തോന്നിയേക്കാം. അത് ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്ക് ആ കൊതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ 2ാമത്തെ ദിവസം, അതായത് 31ാം ദിവസം കഴിഞ്ഞ് 32ാമത്തെ ദിവസം നിങ്ങളൊന്ന് മടിക്കും ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് ഈ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു, എനിക്ക് സ്കിന്നിന് ഇച്ചിരി ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്, ഇത് ഞാൻ കളഞ്ഞ് കുളിക്കണോ എന്നുള്ളൊരു സാധനം നമ്മുടെ മൂളയിൽ ഉദിക്കും. അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക് കേട്ടോ. അപ്പോൾ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇതാണ്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ഇതാണ്. ഇനി 3ാമത്തെ കാര്യം എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഈ ഒരു വേൾഡിൽ നേരത്തെ കിടക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റണം എന്നില്ല. നമ്മൾ അങ്ങനെയാണ്, നൈറ്റ് ഫുൾ ഓൺ ആയിട്ടുള്ളൊരു ജീവിത ശൈലിയാണല്ലേ നമ്മുടെ. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു വെയിറ്റ് ലോസ് ജേർണി പ്രത്യേകിച്ച് ചെയ്യുന്ന ഒരാൾക്ക് രാത്രി ഉറങ്ങാതെ അല്ലെങ്കിൽ തീരെ ഉറക്കം കിട്ടാതെ രാവിലെയും മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കുക എന്ന് പറയുമ്പം നമ്മളത് വെയിറ്റിനൊക്കെ ഒത്തിരി സ്വാധീനിക്കും, നമുക്ക് സ്ട്രെസ്സ് കൂടും. അപ്പം ഒരു 7 to 8 hours എന്തായാലും നല്ല ഉറക്കം കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാവേ. നേരത്തെ കിടന്നാലും നമുക്ക് ചിലപ്പോൾ ഉറക്കം വരില്ലല്ലോ. എനിക്ക് എത്ര നോക്കിയിട്ട് അത് പറ്റുന്നുണ്ടായിരുന്നില്ല, നേരത്തെ കിടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു 11:30-12 മണി ആകുമ്പോൾ എൻ്റെ തലയിലേക്ക് ഈ ഉറക്കത്തിൻ്റെ സാധനം വരത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ചെയ്തത്, നേരത്തെ കിടക്കാൻ അല്ലെങ്കിൽ നേരത്തെ ഉറങ്ങാനല്ലേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ, ഞാൻ നേരെ തിരിച്ച് ചിന്തിച്ചു, നേരത്തെ എണീക്കാലോ. അപ്പോൾ അതിന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഞാൻ അലാം സെറ്റ് ചെയ്യും. ഒരു 5:30-6 മണിക്ക് അലാം സെറ്റ് ചെയ്യും. ആ സമയത്ത് എന്തായാലും നമ്മുടെ ഉറക്കമൊന്നും പോയിട്ടുണ്ടാവില്ല. പെട്ടെന്ന് നമ്മളങ്ങനെ എണീക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി മുഷ്കിലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഫോഴ്സ്ഫുള്ളി ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരിപ്പാണ് കേട്ടോ. പക്ഷെ ഞാൻ ഉറങ്ങാതെ പിടിച്ചു നിൽക്കും. ആ ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി പോകും.
പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഗുണം എന്താണെന്നറിയോ, വൈകുന്നേരം ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ഭയങ്കര ഡ്രെയിൻ ഔട്ട് ആവും നമ്മുടെ എനർജിയൊക്കെ. അപ്പം നമുക്ക് നേരത്തെ ഉറക്കം വരാൻ തുടങ്ങും. ആദ്യത്തെ ഒരു 3 ആഴ്ചയോളം എനിക്ക് ഇച്ചിരി പാടായിരുന്നു. ആ ദിവസം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പോയതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ 3 ആഴ്ച കഴിഞ്ഞ് ഒരു 4ാമത്തെ ആഴ്ച ആയപ്പോൾ ആ ഉറക്കത്തിൻ്റെ സ്കെഡ്യൂൾ കറക്റ്റായി തുടങ്ങി കേട്ടോ. അതായത് ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഞാൻ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം വർക്കൗട്ട് ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ഇനി ലാസ്റ്റ് വണ്ണാണ് പോർഷൻ കൺട്രോൾ ചെയ്ത് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുക എന്നുള്ളത് കേട്ടോ. 4 നേരവും ചോറ് കഴിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇടയ്ക്ക് ഞാൻ ചോറ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ചോറ് കഴിച്ചാലും വെയിറ്റ് കുറയ്ക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നതുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യം, ചോറ് ഇത്രയും കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ കാണാമോ, ഇത്രയും കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇത്രയും കഴിച്ചിട്ട് നിർത്തുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചോറ് ഓഫ് കോഴ്സ് നിങ്ങൾ ഇത്രേ കഴിക്കാവുള്ളൂ, പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റി നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നതല്ലേ, അപ്പോൾ അത് നിങ്ങൾ എന്തെങ്കിലും കാര്യം കൊണ്ട് ഫുൾഫിൽ ചെയ്യണം. അതായത് വെജിറ്റബിൾസോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇലക്കറികളൊക്കെ ഉണ്ടല്ലോ അത്, അല്ലെങ്കിൽ പ്രോട്ടീൻ ആയിട്ടുള്ള എന്തെങ്കിലും മീനോ മുട്ടയോ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾ ഫില്ല് ചെയ്യണം. ചോറ് ഇത്രയും കഴിച്ചോളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ നിറയെ കഴിച്ച് വയർ ഫില്ല് ചെയ്യാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിശന്ന് ഭയങ്കരമായിട്ട് എനർജി ഡ്രെയിൻ ഔട്ടായി പോകുന്നതായിട്ട് തോന്നും. അപ്പോൾ ഈ ചോറിൽ കാലറീസ് കൂടുതലാണ്, പക്ഷേ വെജിറ്റബിൾസിലൊക്കെ അത്രയും കാലറി വരുന്നില്ല. അപ്പം ഞാൻ ആദ്യം കഴിക്കുന്നത് സാലഡ്സ് കഴിച്ചിട്ടാണ് ഈ ചോറും കാര്യങ്ങളൊക്കെ കഴിക്കുള്ളൂ. അപ്പം നമുക്ക് വിശപ്പ് അധികം തോന്നാതെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. പിന്നെ ഇവിടെയും എക്സെപ്ഷണൽ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഭക്ഷണം പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കൂ എന്ന് പറയുമ്പോഴും നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കണം. മയണൈസ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതും പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല. ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. മയോണൈസ് എത്രമാത്രം നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ കുഴിമന്തി അതൊക്കെ ഒരു പരിധി കൂടുതൽ കഴിക്കുമ്പോൾ എത്രമാത്രം ഓയിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. അപ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുക, വൈസായിട്ട് ചിന്തിക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് കഴിക്കരുത് അല്ലെങ്കിൽ എന്ത് കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയാസിലോ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. നമ്മളിത് കേട്ടിട്ട് ഇങ്ങനെ അങ്ങ് വിടും. പക്ഷെ അതല്ല, നമ്മുടെ ലൈഫ് മാറണ്ടേ? ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ഇത്രയും നാളായിട്ട് വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇനി നമ്മുടെ ലൈഫിൽ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ബിഗിനറാണ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ജേർണി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്, ഇനി അതുമല്ല വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്ത ആൾക്കാരാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഭയങ്കര വലിയൊരു കാര്യമായിട്ടൊന്നും നിങ്ങൾ വിചാരിക്കാതെ ഭയങ്കര സിമ്പിളായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ നോക്കുക കേട്ടോ. ഒരു കാര്യം അറ്റ് എ ടൈം ചെയ്യുക. അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത് തലയ്ക്കിങ്ങനെ പുകച്ച് കൊടുക്കാതെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ ഷുഗർ കട്ട് ചെയ്ത് ആദ്യം തുടങ്ങാം. ആ ഷുഗർ കട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചോറും കട്ട് ചെയ്ത് കൂടുതൽ ഫ്രസ്ട്രേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പയ്യെ പയ്യെ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും മനസ്സിൽ സന്തോഷത്തോടെ, മനസ്സ് അത്രയധികം പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി പരമാവധി ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ എന്നോട് പറയുക, അറിയിക്കുക. ഞാൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ അതും കമൻസിൽ പറയണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.